ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു നല്ല അവിയലുണ്ടാക്കാം. അവിയലിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അവിയലിന് പിന്നെ അമരയ്ക്ക, ഏത്തക്കായ ചെറുതായിട്ട് അരിഞ്ഞത്, ചേന, വഴുതനങ്ങ, ഞാനിവിടെ ഒരു സവാളയും കൂടി ഇത് ചെയ്തിട്ടിട്ടുണ്ട്, അമരയ്ക്ക, ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങൾ. ഇപ്പോൾ ഇത് അരച്ച് നമ്മൾ അതിനേക്ക് ഒഴിച്ചത് തേങ്ങയും വെളുത്തുള്ളി, ജീരകം, 4-5 ചെറിയ ഉള്ളി, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പം അരച്ച് ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുവരെ ഞാൻ തീ കത്തിച്ചിട്ടില്ല. അത് നല്ലവണ്ണം അരച്ച മിക്സിയിൽ നിന്ന് ആ വെള്ളവും കൂടി കഴുകി ഒഴിച്ച് നല്ലവണ്ണം ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കുക. 5-6 പച്ചമുളക് കീറി ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ അരിഞ്ഞതിൻ്റെ കൂടെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇത് അടുപ്പ് കത്തിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ഇത് മൂടി വെച്ച് ഇത് മൂടേണ്ടതാണ്. മൂടി 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. വീണ്ടും തുറന്ന് 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസാണ്. പെട്ടെന്ന് വേവുമല്ലോ വെജിറ്റബിൾസ്. ഞാനിവിടെ 2-3 തക്കാളിയാണ് കീറി അതിൻ്റെ മുകളിലിട്ടിരിക്കുന്നത്. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് വീണ്ടും ഇളക്കി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെയൊക്കെ കളറ് വീണ്ടും മേളിൽ വരാൻ തുടങ്ങി. നല്ലോണം ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത് കാരണം വെജിറ്റബിൾസ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞ് ഒരു ഇച്ചിരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ചെറുതായിട്ട് പറ്റും. നമുക്ക് കുഴഞ്ഞ രീതിയിലാണ് നമുക്ക് ഈ അവിയൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അവിയൽ ഏകദേശം റെഡിയായി. ഞാനിവിടെ 1 സ്പൂൺ തൈര്, നല്ല കട്ട തൈര് ഇതിൻ്റെ കൂടെ ചേർത്തു. ഈ തൈര് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ വെജിറ്റബിൾ റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. വെജിറ്റബിൾസ് ഏകദേശം റെഡിയായി, അവിയൽ ഏകദേശം റെഡിയായി, ഉപ്പെല്ലാം ചേർത്ത് റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. ഇച്ചിരിയും കൂടെ തൈരും ആവശ്യമാണ്. പക്ഷേ ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ. കാരണം തക്കാളി ചേർത്തുകൊണ്ട് കൂടുതൽ പുളിയാവാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടു വറുത്ത് ഇത് ചെയ്യാം. കടു വറുക്കുന്നതിന് ഒരു 2 ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു 2 വറ്റൽമുളക്, അത് മാത്രമാണ്. നമ്മുടെ അവിയൽ ഇപ്പുറത്തെ അടുപ്പിലിരിപ്പുണ്ട്. കടു വറക്കാനുള്ളത് ഞാൻ അപ്പുറത്തെ അടുപ്പിലാണ് വെച്ചത്. കടു വറക്കാൻ പോവുകയാണ്. കടു പൊട്ടുമ്പോൾ ആ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളകും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില എത്ര ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കറിവേപ്പില ചേർക്കുന്നതും കടു ഇത് ചെയ്യുന്നതും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കൂടുതൽ ഇത് ചെയ്ത് കൂടുതൽ നമ്മൾക്കങ്ങ് കരിച്ച് കളയേണ്ട. കടു വറക്കുമ്പോൾ ആ വറ്റൽമുളക് വീർത്ത് വരുമ്പോൾ, നല്ലവണ്ണം എണ്ണയിൽ കിടന്ന് വീർത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ നല്ല രീതിയിലിത് കടു വറുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പ്, ജീരകം, 3-4 ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നല്ല കുഴമ്പ് രീതിയിലാണ് തേങ്ങ അരച്ച് അതിനകത്ത് ഒഴിക്കേണ്ടത്. അവിയലിനകത്ത് വെജിറ്റബിളിനകത്ത് ആദ്യമേ ഒഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് എല്ലാം
അത് വെജിറ്റബിളിൻ്റെ മേളിൽ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത്, നമ്മൾ ആവശ്യത്തിന് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അരയ്ക്കുന്ന ജാറ് കഴുകി ഒഴിച്ചാൽ മതിയാവും. ആ വെള്ളത്തിൽ നമുക്ക് വെജിറ്റബിൾ വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാം നല്ല പരുവത്തിനായിരിക്കുകയാണ്. വറ്റൽമുളക് വീർത്ത് വന്ന് കറിവേപ്പില നല്ല കളറായിരിക്കുകയാണ്. നമുക്ക് ഇനി നമ്മുടെ അവിയലിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അവിയലിലേക്ക് ഇത് തട്ടിയിരിക്കുകയാണ്. അവിയലിൻ്റെ ഒരിച്ചിരി ചാറ് അതിനകത്തെടുത്ത് അപ്പോൾ ആ കടുവറുത്ത എണ്ണയെല്ലാം ഇതിനകത്ത് പോകും. നമ്മുടെ അവിയലിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു.